ഒരു സോളാർ പവർ ബാങ്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. Press the bell icon on YouTube app and never miss another update. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പവർ ബാങ്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഞാനതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, പിന്നെ വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മിനി സോളാർ പാനലാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ബാറ്ററികളാണ്. അതായത് പവർ ബാങ്കിന് പറ്റിയ 2 ബാറ്ററികൾ വേണം. പിന്നെ നമുക്കൊരു ഡയോഡ് വേണം, ഒരു ചെറിയ LED-യും വേണം. ഓക്കെ, ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഒഴിവാക്കിയ ഒരു പഴയ ബോക്സാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ഒഴിവാക്കിയ ഒരു പഴയ മൊബൈൽ ഫോണിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്തരത്തിലുള്ള ഈ ഒരു രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ബോർഡിൽ വയർ സോൾഡറിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് B+B- എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അവിടെ നമുക്ക് ഇതുപോലെ വയർ സോൾഡറിങ് ചെയ്യാം. ഇത് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 ബാറ്ററികൾ തമ്മിൽ ഒരൊറ്റ ബാറ്ററി ആക്കി എടുക്കണം. ഈ സെല്ലുകൾ തമ്മിൽ ഒരു ബാറ്ററി ആയി നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഇത് 2 ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച ശേഷം നമുക്ക് പോസിറ്റീവ് ഭാഗത്തും നെഗറ്റീവ് ഭാഗവുമായി നമുക്ക് കണക്ട് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വയർ നമ്മൾ ഇതുപോലെ ഇവിടെ ഷോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബോക്സിൽ നമ്മളെ ബോർഡ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആ ബോക്സ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ആ ബോർഡിന് അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോർഡ് അവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ബോർഡിലുള്ള ആ ഒരു സ്വിച്ച് ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്തേക്ക് വെക്കണം. എന്നാലേ നമുക്ക് ആ ഒരു സ്വിച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്തേക്ക് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്വിച്ചിങ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്വിച്ച് നീങ്ങുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആക്കിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഒട്ടിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളവരെ നല്ല രീതിയിൽ അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സോളാർ പാനൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു ബോക്സിൻ്റെ മറ്റ് ഭാഗം എടുത്തിട്ടുണ്ട്. അതൊരു ഹോൾ ഇട്ട് കൊടുത്ത് സോളാർ പാനലിൻ്റെ ആ ഒരു വയർ ഉള്ളിലൂടെ കടത്തി വിടാം. ഓക്കെ, ആ ഒരു വയർ ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ട് നമുക്ക് അവിടെ ഒരു ഗ്ലൂ ഗണ്ണോ മറ്റോ എന്തെങ്കിലും പശ ഉപയോഗിച്ച് അവിടെ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ഇപ്പോൾ അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൽ ചാർജ് കയറുന്ന നമുക്ക് അറിയാൻ വേണ്ടി നമ്മളൊരു LED ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു LEDക്കായിട്ട് നമ്മൾ മറ്റൊരു ഹോളും കൂടി അവിടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു LED യൂണിറ്റ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ LED ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആ LED അവിടെ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള കണക്ഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് LED നല്ല രീതിയിൽ ഇവിടെ ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ഡയോഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡയോഡിൻ്റെ പ്രവർത്തനം എന്തെന്നാൽ ഒരു ദിശയിലേക്ക് മാത്രം കറണ്ട് കടത്തിവിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് ബാറ്ററിയിലേക്ക് ചാർജ് പോകണം. അത് റിട്ടേൺ ആയിട്ട് ബാറ്ററിയിൽ നിന്ന് സോളാറിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിവിടെ ഡയോഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗമാണ് നമ്മളിവിടെ LED-യുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവ് കണ്ടുപിടിക്കാൻ ഡയോഡിൻ്റെ അരുഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിൽ നമുക്കൊരു റൗണ്ട് കാണാം. ആ ഭാഗമായിരിക്കും പോസിറ്റീവ്, അതുപോലെ തന്നെ മറുഭാഗം നെഗറ്റീവുമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ LED-യുടെ പോസിറ്റീവ് ഭാഗം ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് നിന്ന് നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ഒരു വയർ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം നമ്മുടെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ഭാഗമായിട്ടും കണക്ട് ചെയ്യണം. അപ്പോൾ അതും കൂടി കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ബോർഡിൽ നിന്ന് എടുത്തു വെച്ച ആ 2 വയറുകൾ നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഭാഗം നമ്മൾ നേരത്തെ ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ച പോസിറ്റീവ് ഭാഗത്തേക്കും നെഗറ്റീവ് ഭാഗത്തേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഒരു ബ്ലൂ വയർ പുറത്തേക്ക് ഇട്ടിരുന്നു ഡയോഡിൻ്റെ പോസിറ്റീവിൽ നിന്ന്. അപ്പോൾ ആ ഒരു വയർ നമ്മൾ നേരെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കണം. അപ്പോൾ ആ വയർ നമുക്ക് നേരെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത ശേഷം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ അവിടെ വിട്ട സോളാർ പാനലിൻ്റെ നെഗറ്റീവ് ഭാഗവും അതുപോലെ തന്നെ LED ലൈറ്റിൻ്റെ നെഗറ്റീവ് ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കാം. അത് തമ്മിൽ ബന്ധിപ്പിച്ച ശേഷം അതിൽ നിന്നൊരു വയറ് നമ്മളെ നേരെ നമ്മുടെ ബാറ്ററിയിലെ നെഗറ്റീവ് ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പവർ ബാങ്കിൽ കൊടുക്കേണ്ട എല്ലാ കണക്ഷനുകളും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്തതായിട്ട് നല്ല രീതിയിൽ ഇത് പശ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, അവിടെ ഫിക്സ് ചെയ്ത ശേഷം നല്ല വൃത്തിയിൽ ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യണം, ഇതിലേക്ക് ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വെയിലത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ആ ഒരു റെഡ് LED അവിടെ പ്രകാശിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇത് മൊബൈൽ ഫോണിൽ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ USB വയർ അവിടെ കണക്ട് ചെയ്യുകയാണ്. അടുത്തതായിട്ട് അത് മൊബൈലിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും നല്ല രീതിയിൽ ഇവിടെ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്തോ മറ്റോ നമുക്ക് വളരെയധികം പ്രയോജനമാണ്. നമ്മൾ വെയിലത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഈ ഒരു പവർ ബാങ്ക് ഫുള്ളാവുകയും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുമായുള്ള എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. Press the bell icon on YouTube app and never miss another update.